മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗോകുലം ഗോപാലൻ. കേരളത്തിന്റെ വ്യവസായ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യം. അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തും ഹോട്ടൽ ശൃംഖല മുതൽ ചലച്ചിത്ര നിർമ്മാണം വരെ നീളുന്ന ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ വ്യക്തി. മനുഷ്യസ്നേഹത്തിന്റെ നന്മ വറ്റാത്ത ഉറവിടം കൂടിയായ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരി. ഉച്ചയ്ക്ക് 2 മണി മുതൽ കഴക്കൂട്ടം ഗ്രീൻഫീൽഡിലാണ് സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ആഘോഷ ചടങ്ങുകൾ നടക്കുക. സാധാരണക്കാരന്റെ വിയർപ്പിനും അധ്വാനത്തിനും എന്നും താങ്ങായി നിന്ന് ബിസിനസ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച പ്രതിഭ. കലാകായിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യസ്നേഹി. 1944 ജൂലൈ 23 കോഴിക്കോട് വടകരയിലെ കുരുക്കിലാട് എന്ന ഗ്രാമത്തിൽ ചാത്തുവിന്റെയും മാധുവിന്റെയും മകനായാണ് അമ്പലത്തിൽ മീത്തൽ ഗോപാലൻ എന്ന ഗോകുലം ഗോപാലന്റെ ജനനം. വടകര BEM ഹൈസ്കൂളിലെയും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെയും വിദ്യാഭ്യാസത്തിന് ശേഷം ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. 1968 തമിഴ്നാട്ടിലെ ചെന്നൈ മൈലാപ്പൂരിൽ വളരെ ചെറിയ മൂലധനത്തിൽ ആരംഭിച്ച ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് ആണ് ഇന്നത്തെ കൂറ്റൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തറക്കല്ലിട്ടത്. സുതാര്യതയും വിശ്വസ്തതയും മുൻനിർത്തി പ്രവർത്തിച്ച കമ്പനി ഇന്ന് അരനൂറ്റാണ്ടിലേറെയായി ഭാരതത്തിലുടനീളം 480-ലധികം ശാഖകളും 1 കോടിയിലധികം ഉപഭോക്താക്കളുമുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നു കഴിഞ്ഞു. ബിസിനസ്സിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഗോകുലം ഗോപാലന്റെ വീക്ഷണം. ശ്രീ ഗോകുലം മൂവീസ് എന്ന ബാനറിലൂടെ മലയാള സിനിമയിലെ എക്കാലത്തെയും വൻകിട ക്യാൻവാസ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. ചരിത്ര സിനിമയായ കേരളവർമ്മ പഴശ്ശിരാജ, കായംകുളം കൊച്ചുണ്ണി, കമ്മാര സംഭവം, 19-ാം നൂറ്റാണ്ട് തുടങ്ങി 50ഓളം ചിത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം സിനിമാ ചരിത്രത്തിൽ ഇടം നേടി. നിർമ്മാണത്തിൽ മാത്രമല്ല, വിതരണ രംഗത്തും ഗോകുലം മൂവീസ് ചരിത്രം കുറിച്ചു. മലയാള സിനിമയിലെ ആദ്യ 200 കോടി ക്ലബ്ബ് ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററുകളിൽ എത്തിച്ചതും ശ്രീ ഗോകുലം മൂവീസ് ആയിരുന്നു. കൂടാതെ ഫ്ലവേഴ്സ്, 24 ഉൾപ്പെടെയുള്ള മാധ്യമ സംരംഭങ്ങളിലും ഗോകുലം ശ്രീ മാസികയിലൂടെയും മാധ്യമരംഗത്തും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ, GG ഹോസ്പിറ്റൽ എന്നിവയിലൂടെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് സ്കൂളുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും സ്ഥാപിച്ചു. ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കേരളത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ഗോകുലം കേരള FC എന്ന ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരള കായിക രംഗത്തിന് പുതിയൊരു ദിശാബോധം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയും വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും നൽകുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് ഗോകുലം ഗോപാലൻ. വേൾഡ് മലയാളി കൗൺസിൽ, ശ്രീനാരായണ ധർമ്മവേദി തുടങ്ങിയ സംഘടനകളിലെ നേതൃപദവികളിലൂടെ പ്രവാസി മലയാളി സമൂഹത്തിന്റെയും സാധാരണക്കാരുടെയും ക്ഷേമത്തിനായി നിലകൊണ്ടു. വ്യവസായ, സാമൂഹിക മേഖലകളിലെ വൻ സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ന്യൂസ് ഡെസ്ക്, ജനം.